ഇത് നമ്മൾ എത്ര നാളായി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? ദേ നോക്കിയേ, കക്ഷികള് കിട്ടി. അത് കൊള്ളാം. ഇനി ചുറ്റിക നോക്കുമ്പോ സൂക്ഷിക്കണം. കൊച്ചലിയ, നമ്മൾ 1 വർഷം മുമ്പല്ലേ ഈ കലണ്ടർ അന്വേഷിച്ച് നടന്നത്. ദാ നോക്കിയേ, ഇപ്പൊ അത് കിട്ടി. എടാ കഴുതേ, കഴിഞ്ഞ വർഷത്തെ കലണ്ടർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനാ? ഭിത്തിയിലേ കഴിഞ്ഞ പ്രാവശ്യം തൂക്കിയിട്ട പോലെ തൂക്കിയിടാം. ആ കലണ്ടർ എനിക്ക് തന്നേക്ക്. ഇതിലെ ഫോട്ടോസ് മിക്കവാറും ആവശ്യം വരും. സംശയമുണ്ടോ? വേഗം ചുറ്റിയിൽ അന്വേഷിക്കേ. ടിവിയിൽ ഇപ്പോൾ തന്നെ പ്രോഗ്രാം തീരും. നശിപ്പിച്ചു, വീണ്ടും നശിപ്പിച്ചു. നശിപ്പിച്ചിട്ടൊന്നുമില്ല, ഞാൻ ദാ ഈ പെട്ടി തുറന്നതേ ഉള്ളൂ. എടാ, ഈ പെട്ടിയുടെ കാര്യമല്ല, എന്റെ വല നശിപ്പിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ വീടാണ് നിങ്ങൾ ഈ നശിപ്പിച്ചു കളഞ്ഞത്. സോറി. നീ മാറാല വൃത്തിയാക്കാനുള്ള ആവേശത്തിലായിരുന്നില്ലേ? എന്നാ ദാ ഇതും കൂടി വൃത്തിയാക്കിക്കോ. ഇനി ഞാൻ വല കെട്ടാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്താണ്. ഒരു തെറ്റ് പറ്റിപ്പോയതാ, ക്ഷമിക്ക്. സോറി സ്പൈഡർ. എന്തായി കാണിച്ചത് ഹണി? മാഡത്തിന്റെ വളകളൊക്കെ പൊട്ടി. എല്ലാം വേഗം എടുത്ത് വെക്ക. നോക്കിയേ, എനിക്ക് കിട്ടിയത് കണ്ടോ? ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എന്തിനാ നോക്കുന്നേ? താഴെ വീണ വള നോക്ക്, വള. എടാ കഴുതേ, ഇത് മേഡത്തിന്റെ കാണാതെ പോയ കമ്മലാണ്. സംശയമുണ്ടോ? മാഡം തീർച്ചയായിട്ടും സന്തോഷിക്കും. ദാ നോക്കിയേ, എന്റെ കയ്യിലും എന്തോ കിട്ടി. ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ, എന്നെ ശല്യം ചെയ്യരുതെന്ന്. വേഗം എല്ലാരും കരണം കൈകൊണ്ട് മറച്ചോ, അല്ലെങ്കിൽ ഇവിടെ മിക്കവാറും കർണക്കുറ്റി അടിച്ച് പൊളിക്കും. എനിക്ക് ഭ്രാന്ത് പിടിച്ചാലുണ്ടല്ലോ, ഞാൻ അൺലിമിറ്റഡ് ആയിട്ട് അടിക്കും. ഇത് ഫൗളാണ്. നീ കർണത്തിട്ട് മാത്രം അടിക്കണമെന്നല്ലേ പറഞ്ഞത്? ഞാൻ ആ വാക്കങ്ങ് പിൻവലിച്ചു. കൂട്ടുകാരെ, വേഗം ഓടിക്കോ. ഇനി എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അല്ല കൂട്ടുകാരെ, ആ ചുറ്റിയെ ഇനി എവിടെ അന്വേഷിക്കും? നമ്മൾ മേഡത്തിനോട് പറഞ്ഞിട്ട് പുതിയ ചുറ്റി ഒരെണ്ണം വാങ്ങുന്നതായിരിക്കും നല്ലത്. സംശയമുണ്ടോ? കൂട്ടുകാരെ, ബുള്ളിന്റെ അടുത്ത ആൾക്കാര് സാധാരണ ഹെൽമറ്റ് വെച്ചേ പോകാറ്. എന്നാ ഹണി സോപ്പും ബക്കറ്റും കൊണ്ടാ പോയിരിക്കുന്നേ. നമുക്ക് ഹണിയെ സഹായിക്കണം. അതെ, പക്ഷെ എങ്ങനെ സഹായിക്കും? ആന്റി, ട്രെയിനിൽ വെച്ച് ഹണി ഞങ്ങളോട് പറഞ്ഞിരുന്നു, ബുൾവാഷ് ഒറ്റയ്ക്കല്ല, ഒരുമിച്ചാണ് ചെയ്യേണ്ടതെന്ന്. വാ, വേഗം വാ. എത്ര നല്ല കൂട്ടുകാരാണ് എന്റെ മോന് കിട്ടിയിരിക്കുന്നത്. അയ്യോ! ഞാൻ പുല്ലിന്റെ താഴെ എപ്പോഴാ എത്തിയത്? ചോർദാർ, നീ പുല്ലിന്റെ താഴെയല്ല, ദാ ഈ ബുള്ളിന്റെ താഴെയാണ്. ജോർദാറെ, ക്യാച്ച്. ഇടുന്നതിന് മുമ്പ് എന്നോട് പറയണമായിരുന്നു. അല്ല, ഇവര് താഴേക്ക് പോയല്ലോ. വേഗം വാ, നമുക്ക് എന്റെ അനിയനെ രക്ഷിക്കാം. എന്നാൽ ഇവരെ ഇങ്ങനെ വിട്ടിട്ട് പോയാൽ അതൊട്ടും ശരിയാവില്ല. ശരിയാ, വേഗം വാ. നമുക്ക് യുവമാരെ ഒരു പാഠം പഠിപ്പിക്കണം. നിക്ക്, നിങ്ങളുടെ കൂടെ ഞാനും വരാം. സിംഗ്,
നിന്റെ ഫോട്ടോ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് വരണമെന്ന് ആഗ്രഹിച്ചല്ലേ? ചേട്ടാ പ്ലീസ് ചേട്ടാ സ്മൈൽ. ശരി, അതൊക്കെ വിട്ടേക്ക്. പേപ്പറിൽ ഈ സംഭവം വരുന്ന കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? അഥവാ പേപ്പറിൽ നിന്റെ ഫോട്ടോയും പേരും വരണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ അനിയനെ വെറുതെ വിട്ടേക്കേ. എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കേ. ഫോട്ടോ പേപ്പറിൽ വന്നാലും ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ മനസ്സിൽ നീ എന്നും ഉണ്ടാകും. നിനക്ക് മനസ്സിലായില്ലേ? നല്ലത് ചെയ്താൽ നന്മയുണ്ടാകും. നീ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് നിന്നെ ഇഷ്ടപ്പെടും. ശരി, എങ്കിൽ എന്നെ പുറത്തിറക്ക്. ഞാൻ ഇവന്റെ അനിയനെ തീർച്ചയായും വെറുതെ വിട്ടേക്കാം. ചേട്ടാ കലക്ക് ചേട്ടാ സ്മൈൽ. അയ്യോ, താങ്ക് യു കർത്ത. നോക്കിയേ, കർത്ത നമ്മുടെ 4 പേരുടെയും പെയിന്റിംഗ് വരച്ചിട്ടുണ്ട്. വാവ്, ഇതെന്തായാലും നന്നായിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഡ്രോയിങ് റൂമിൽ വെക്കാം. വലിയ ഡ്രോയിങ് റൂമിൽ സ്ഥലമില്ലല്ലോ, നമുക്ക് ബെഡ്റൂമിൽ അപ്പൊ വെക്കാം. പിന്നെ നമ്മൾ എവിടെ ഉറങ്ങും? എടാ കഴുതേ, പെയിന്റിങ് ബെഡിലല്ല ചുവരിലാ സാധാരണ വെക്കാറ്. സംശയമുണ്ടോ? ഓക്കെ സോർദാറെ, ആണി എവിടെ വെച്ചിരിക്കുന്നേ? കിച്ചണിലുള്ള ഡ്രോയ്ക്കകത്തുണ്ട്, പോയി എടുക്ക. അല്ല, ചുറ്റിക എവിടെ പോയി? ദാ ആണി കിട്ടി. പക്ഷെ ഈ ആണി ഇനി ചുമരി തറക്കണമെങ്കിൽ എന്തോ ചടിക്കും. ഹണി, ആണി അടിക്കണമെങ്കിൽ ചുറ്റിക വേണം. പക്ഷെ ഞാൻ നോക്കിയിട്ട് ചുറ്റിക കാണുന്നില്ല. എന്നാ പിന്നെ നിനക്ക് എന്റെ തല ഉപയോഗിച്ചുകൂടെ? ഓക്കെ. എടാ പോപ്പട്ടെ, നീ എന്തായി പറയുന്നേ? അവ ഇപ്പൊ ആണി അടിക്കാൻ തല തല്ലി പൊളിച്ചേനെ. ചുറ്റിയിൽ ഡ്രോയിൽ തന്നെ ഉണ്ടായിരുന്നു, എവിടെ പോയി? അത് സ്റ്റോർ റൂമിൽ ഉണ്ടാവും. പക്ഷെ ഈ പെയിന്റിംഗ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബെഡ്റൂമിൽ വെക്കാനാണ്. എടാ മരം മണ്ടന്മാരുടെ രാജാവേ, ആ സ്റ്റോർ റൂമിൽ പോയി ചുറ്റിക എടുക്ക്, ബെഡ്റൂമിൽ കൊണ്ടുപോയി പെയിന്റിങ്ങും വെച്ചോ. ഓക്കെ, എനിക്കെല്ലാം മനസ്സിലായി. ഇനി ആ ചുറ്റിക കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ, നമ്മൾ എല്ലാവരും എങ്ങനെയെങ്കിലും അപ്പുറത്തെത്തിയാ മതിയാവൂ. മറന്നുപോയി. അല്ല നമ്മളെല്ലാവരും എന്താ ഇവിടെ മല കയറാനായിട്ട് വന്നതാണോ? അതെ. പക്ഷെ എനിക്കിത് വലിയ പേടിയാ. എല്ലാം ഓർമ്മ വന്നു. ഇതാണ് ആ ക്രൂർ സിംഗിന്റെ സ്ഥലം. അതെനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അതിന്റെ പുറകിലായിട്ട് ഒരു വലിയ ഗുഹയുണ്ട്. ചിരിക്കേ. വേഗം അവന്മാരെ പോയി പിടിക്കണം. ചേട്ടാ ഒന്ന് എഴുന്നേക്ക്, എന്നിട്ട് ചിരിക്ക്. മറന്നുപോയി. സാധാരണ എല്ലാവരും തക്കാളിയാണ് എറിയാറുള്ളത്. ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങനെ വാഴപ്പഴം എറിയുന്നത്? കാലത്ത് മുതൽ ഞാൻ ഏതായാലും ഒന്നും കഴിച്ചില്ല. ഇപ്പൊ ഈ വാഴപ്പഴം കഴിക്കാം. വാഴപ്പഴം കഴിക്കുമ്പോഴേ അതിന്റെ തൊലി കളയാതെ വേണം കഴിക്കാൻ. എടാ, അയാൾ ഒന്നാമതേ മണ്ടനാണ്. പിന്നെ നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ? അയ്യോ സോറി കൊച്ചലിയ.
ഇതാ നോക്ക്, വാഴപ്പഴം തൊലി കളഞ്ഞിട്ട് വേണം കഴിക്കാൻ. പിന്നെ ഒരു കാര്യം, നീ എന്റെ വാങ്ങിയ 500 ചോക്ലേറ്റ് ഇല്ലേ, അത് എപ്പോഴാ തിരിച്ചു തരാൻ പോന്നേ? ഓർമ്മ വന്നു 500 ചോക്ലേറ്റോ? നീ എന്റെ അനിയനെ രക്ഷിക്കാനല്ലേ വന്നത്? ആ ചുറ്റിക്ക് ഇവിടെ എങ്ങും കാണുന്നില്ല. മനസമാധാനം TV കാണാൻ പോലും സമ്മതിക്കില്ല കഴുത. ഓ വാ, നമുക്ക് എങ്ങനെയെങ്കിലും ചുറ്റിക കണ്ടുപിടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ TV കാണാൻ സമ്മതിക്കില്ല. ഇതാ നോക്ക്, ഇവിടെ ചുറ്റിക്കൊന്നും കാണുന്നേ ഇല്ല. ചുറ്റിക ഫ്ലവർ വേസ് ഒന്നും അല്ലല്ലോ മുമ്പിൽ കൊണ്ടുവന്ന് അലങ്കരിച്ച് വെക്കാൻ. കബോർഡ്, പെട്ടി, അല്ലെങ്കിൽ പോയി അലമാര നോക്ക്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന പെയിന്റിംഗ് ഒന്നുമല്ലല്ലോ ബെഡ്റൂമിൽ വെക്കുന്നത്. എല്ലാവർക്കും ഒരുമിച്ച് അന്വേഷിക്കാം. വേഗം വാ. വേഗം അന്വേഷിക്ക് കൂട്ടുകാരെ, അല്ലെങ്കിൽ ഷോ തീർച്ചയായിട്ടും തീരും. സോറി. വാവ്, ഇതാ നോക്കിയേ, നമ്മുടെ കളഞ്ഞുപോയ പഴയ ടെഡി ബെയർ കിട്ടി. വാവ്, ഇത് എത്ര ദിവസം കൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി രാത്രി ഞാൻ ഇവരെ കൂടെ വെച്ച് തന്നെ കിടന്ന് ഉറങ്ങും. ഇതൊന്ന് വേഗം എടുത്ത് മാറ്റ്. എടുത്ത് മാറ്റ്. ഇതിനകത്ത് എന്തോ ഉണ്ട്. അതിനകത്ത് നിന്റെ തല മാത്രമല്ലേ ഉള്ളൂ. എടാ മറ്റെന്തോ ഒന്നും ഉണ്ട്. ആദ്യം നിന്റെ ഭരതനാട്യം നിർത്ത്. എടാ പല്ലിയാണ്. രക്ഷിക്ക. എടാ വേഗം ഒന്ന് രക്ഷിക്ക. ഏയ്, ഇത് ഞാനാണ്. ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങുമായിരുന്നു. അകത്തോട്ട് തല കയറ്റി എന്റെ നടു ഒടിക്കാറാക്കി. എന്നിട്ട് മോങ്ങുന്നോ? ഞാൻ വേറെ മുറിയിൽ ഉറങ്ങാൻ പോവാണ്. ഇനി ആരെങ്കിലും വന്ന് എന്നെ ശല്യം ചെയ്താ എല്ലാത്തിനെ കരണക്കുറ്റി ഞാൻ അടിച്ച് പൊളിക്കും. ഞാൻ പറഞ്ഞു. കൊച്ചളിയ, നീ മലയുടെ മുകളിൽ എന്തെടുക്കുക? കൊച്ചളിയാണോ? അത് പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അളിയാന്നാ വിളിക്കുന്നത്. തമാശക്ക്. ഓ ശരി. നീ ഇവിടെ എന്തെടുക്കുകയാണ് ബണ്ണി? ഞാൻ ഹണിക്ക് നടക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കുകയാ. എന്റെ അമ്മച്ചി. സ്വന്തം മോനെ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിന് ആരാ അയക്കുന്നത്? വാവ് ഹണി, എന്റെ മോന്റെ കഴിവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. യു ആർ മൈ ഹീറോ മോൻ. പുറത്താരോ വലിയ ഒച്ച ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതെ, വാ നമുക്ക് പോയി നോക്കാം. വേഗം വാ ഹണി. എല്ലാം മറന്നു പോയി. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? സോറി. എന്റെ അമ്മോ, നിങ്ങളെപ്പോലത്തെ ആൾക്കാർ കാരണം വല്ലാത്ത തലവേദന ആയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾ കാരണം നിങ്ങൾക്ക് എന്ത് തലവേദന ഉണ്ടായത്? അത് പോട്ടെ, നിങ്ങൾ ആരാണ്? ജനിച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ട്രെയിനിൽ കയറാൻ പേടി കാണിക്കുന്ന ഒരാളാണ് ഞാൻ. ട്രെയിനിൽ ടിക്കറ്റ് എടുത്താൽ ഞാൻ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ, ഇപ്പൊ ഓർമ്മ വന്നു. ഈ കാര്യമാണ് ഞാൻ എപ്പോഴും മറന്നു പോകുന്നത്. എന്റെ പ്രശ്നവും അത് തന്നെയാണ്. ഒരു പ്രാവശ്യം മറന്നുപോയാൽ പിന്നെ അതെനിക്ക് ഓർമ്മയേ ഉണ്ടാവില്ല. എന്താ മറന്നുപോയേ? അയ്യോ, അത് മറന്നുപോയല്ലോ. ഇയാളുടെ തലയ്ക്ക് എന്തോ അടി കിട്ടിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാ ഓർമ്മയ്ക്ക് പോയത്. ഓ, അങ്ങനെയാണോ? ആ, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. ഞാനിവിടെ ഹണി, ബണി, സോർദാർ, പോപ്പാട്ട് അവരെയാണ് കാണാൻ വന്നത്. ആ, നിങ്ങൾ കാണാൻ വന്നത് ഞങ്ങളെ തന്നെയാ. ആ, അയ്യോ. ഇനി ഇവിടുന്ന് എത്ര ദൂരം പോകേണ്ടി ഓ വരും? ഓ
ഓ, അയ്യോ അത് ഞാൻ മറന്നല്ലോ. അല്ല എന്താ ഇത് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? ഞാൻ എന്താ പോപ്കോൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും പിക്നിക്കിന് വേണ്ടിയല്ലേ കാട്ടിൽ വന്നത്. എന്റെ അമ്മോ, തന്റെ അനിയനെ അന്വേഷിച്ചാണ് നമ്മൾ എല്ലാരും ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ അനിയനോ? എനിക്കൊരു അനിയനുണ്ടെന്ന കാര്യം ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലം തൊട്ട് എനിക്ക് എന്റെ അനിയനെ ഒട്ടും ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. എന്തോ വെറുതെ ക്ഷമയെ പരീക്ഷയിലുണ്ടല്ലോ. ഞാൻ ചൂടായി കഴിഞ്ഞാലേ ഈ തീയേക്കാളും വലിയ ചൂടായിരിക്കും. സംശയമുണ്ടോ? ഇയാള് തീർച്ചയായിട്ടും ഈ ഹണിയുടെ ചേട്ടനാ. ഇപ്പൊ എനിക്ക് എല്ലാം ഓർമ്മ വന്നു. എന്റെ അനിയനെ അന്വേഷിച്ചാണ് നമ്മൾ ഇവിടെ വന്നത്. അവനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പക്ഷെ നിങ്ങൾ ഇവിടെ പിക്നിക്കിന് വന്നത് പോലെയാണല്ലോ. നിങ്ങളുടെ സ്വന്തം അനിയനെ കാണാതായാലേ നിങ്ങൾക്ക് ആ വേദന മനസ്സിലാവുകയുള്ളൂ. ഓ, ആ, എന്റെ കൈ കൊണ്ട് പൊങ്കാല ഇടത്തേക്ക് മര്യാദ അഡ്രസ് പറയടാ. ദാ അതാണ് സ്ഥലം. വാ പോകാം നമുക്ക്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇത്രയും നാളുകൾക്ക് ശേഷം അവധി ആഘോഷിച്ചപ്പോ നന്നായിട്ട് അടിച്ചു പൊളിച്ചു. സംശയമുണ്ടോ? ഇപ്രാവശ്യം ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇത് നോക്കി നോക്കി തീർക്കാൻ തന്നെ 3 വർഷമെങ്കിലും എടുക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ എല്ലാ ഫോട്ടോസും കുത്തിയിരുന്ന് കാണും. സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഫോട്ടോ നോക്കി നോക്കി നിന്റെ കൈവിരലിൽ മസിൽ വരും. ഹണി നീ എത്രമാത്രം ഫോട്ടോസ് കാണും? അല്ല ഈ ഹണി എവിടെ പോയി? ഹണിക്ക് ഈയിടെയായിട്ട് വികൃതി കുറച്ച് കൂടുന്നുണ്ട്. ഇന്ന് പ്ലെയിനിൽ വെച്ച് പൈലറ്റിനോട് പറയുക, കുറച്ചു നേരം ചേട്ടൻ അങ്ങോട്ട് മാറി, ഞാൻ ഈ പ്ലെയിൻ ഓടിക്കാവുന്നു. എടാ കഴുത ബെൽറ്റിന്ന് മാറ്, അവിടുന്ന് ചാട്. ഹണി നീ എന്തൊക്കെയായി ചെയ്യുന്നത്? ചോദ്യം ചോദിക്കൽ ഇന്റർവ്യൂ ഒക്കെ പിന്നെ ആവാം. വാ നമുക്ക് ആദ്യം വീട്ടിലോട്ട് പോവാം. ഹണി ഇതാ നിന്റെ ബാഗ് എടുക്ക. മാറി സൈഡിലേക്ക് മാറി. ഇന്ന് ഖുറാന കുടുംബത്തിലെ വിളക്കായ എന്റെ മകൻ ഹണി ഖുറാന വരുന്ന ദിവസമാണ്. അത് തന്നെയായിരിക്കും എന്റെ ഹണി. ചെറിയ ചെറിയ ചെവികൾ വലുതായി, വലിയ വലിയ കണ്ണുകൾ ചെറുതായി, നിറവും മങ്ങിയതുപോലെ ഉണ്ട്. ഫോറിൻ വെള്ളം അവനെ പിടിച്ചു കാണില്ല. ഞാൻ ഇടയ്ക്ക് ഒരു വികൃതി ഒപ്പിക്കുന്നു വെച്ച് നിങ്ങൾ എന്നെ പിടിക്കാൻ പുലിനെ വിട്ടിരിക്കുകയാണല്ലേ. എന്റെ ചക്കര, എന്റെ പഞ്ചാര വാവേ, സോ ഫണി മൈ സൺ ഹണി. നിൽക്ക്, നിങ്ങൾ എന്തിനാ അവന്റെ പുറകെ കിടന്ന് ഓടുന്നേ? എന്റെ വഴി തടയാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായത്? ഞാൻ എന്റെ മോനെ കാണുന്ന തടയാനാണോ നീ ആഗ്രഹിക്കുന്നത്? എന്റെ മോൻ 3 വർഷങ്ങൾക്ക് ശേഷമാ വിദേശത്ത് നിന്ന് തിരിച്ചു വന്നത്. അവന്റെ ഓർമ്മ വരുമ്പോഴൊക്കെ അയൽവക്കത്തെ കുട്ടിയെ മടിയിലിരുത്തി ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഇപ്പൊ അവൻ എന്നെ അമ്മയെന്നും ഹിരണിനെ അമ്മമ്മയെന്നാണ് വിളിക്കുന്നത്. എന്റെ തങ്കക്കുടമേ, ചെല്ലക്കുട്ടി, തങ്കക്കട്ടി, ഹണിക്കുട്ടി, മോനെ ഹണി. ഹണി അവരുടെ മോനാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പോപ്പട്ടെ, നീ ഇപ്പൊ അവരോട് സത്യം പറഞ്ഞിട്ട് വാ. പോപ്പെട്ടാണ്, കഴുതയല്ല. കുറച്ചു നേരം മുമ്പ് അവർ ചൂടായിട്ട് പോയത് കണ്ടതാണല്ലോ. കൂട്ടുകാരെ, അവര് വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഐഡിയ, ഞാനിപ്പോ വരാം. അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം. 3 വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയല്ലേ, സ്വന്തം അനിയത്തിക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിയോ? പിന്നെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, വിദേശത്ത് നിന്ന് മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്. ദാ നോക്കിയേ, മാങ്ങ. നീ എല്ലാം മറന്നു ഹണി. നിനക്ക് അനിയത്തിയായിട്ട് ആരുമില്ല. നിനക്ക് അനിയനാ ഉള്ളത്. അയ്യോ സോറി പുലിയമ്മേ. എന്നാ ഈ മാങ്ങ അവന് കൊടുത്തേക്ക്. മാങ്ങക്ക് ഇങ്ങനെ ജെൻഡർ ഒന്നും ഇല്ല. മെയിൽ ആയാലും ഫീമെയിൽ ആയാലും ആർക്ക് വേണമെന്നുണ്ടെങ്കിലും മാങ്ങ കഴിക്കാം.
അപ്പൊ നിനക്കൊന്നും ഓർമ്മയില്ലേ? നിനക്ക് അങ്ങനെ ഒരു അനിയനും ഇല്ല. ആന്റി, പക്ഷെ ഇവന്റെ ട്രെയിനിങ് മാത്രം മറന്നു കാണില്ല. സംശയമുണ്ടോ?